എല്ലാരും വിശന്ന് താളന്നിരിക്കാൻ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. വിശക്കണവര് കൈ വെക്കുക. താഴത്തെ റെസ്റ്റോറന്റ് ഉണ്ട്, പോയിട്ട് വാ. ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പെരുന്നാൾ വ്ളോഗായിട്ടാണ്. പെരുന്നാളായിട്ട് നമ്മളിവിടെ ഹബീബ് ഖാൻ്റെ ഫ്ലാറ്റിൽ ചെറിയൊരു പരിപാടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വരുന്നുണ്ട്. ഓൾറെഡി കുറച്ച് പേര് വന്നിട്ടുണ്ട്. നമുക്ക് ആരൊക്കെ ഉള്ളതെന്ന് കാണാം. ഞാനിവിടെ ഉള്ളതാ, ഞാനിവിടെയൊക്കെ ഉള്ളതാ. ഇത് അഖിൽ, നമ്മള് പുതിയ ക്യാരക്ടേഴ്സാണ്. ഇത് സഫ്നാസ്. കുക്കിംഗ് പരിപാടിയൊക്കെ ആയിട്ട് ഹബീബൊക്കെ വെറുതെ സൂപ്പർവൈസർ ആ പണിയൊന്നും എടുക്കില്ല. ഇത് ആകാശേട്ടൻ എല്ലാവർക്കും അറിയാം. റിയ ചേച്ചി കഴിഞ്ഞ വ്ളോഗിലില്ല, ഇല്ല വ്ളോഗിൽ വന്നിട്ട്. ആരാണ് പരിചയപ്പെടുത്തി കൊടുക്കുക ആകാശേട്ടാ? ഇത് അപ്പൊ നമ്മുടെ ഫുൾ ടീമായിട്ട് ഇന്ന് പെരുന്നാൾ ആഘോഷം വീട്ടിലാണ്. പുറത്തൊന്നും ഇറങ്ങി നമ്മൾ പ്രശ്നം ഉണ്ടാക്കാനുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട്, അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ആഘോഷിക്കാം എന്നുള്ള പ്ലാനാണ്. സത്യം പറഞ്ഞാൽ വെറുതെ ബിരിയാണി വാങ്ങിച്ച് എല്ലാരും കൂടെ കൂടി കഴിക്കണേക്കാളും എല്ലാരും കൂടെ ചേർന്ന് നിന്നിട്ട് ഉണ്ടാക്കി കഴിക്കണത് നമ്മൾ തന്നെ വിചാരിച്ചു. എങ്ങനെ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്ന ബിരിയാണി, അതിന്റെ ഒരു രസം വേറെ. നമ്മുടെ ടീം ലീഡ് എത്തിയിട്ടില്ല, ഓൺ ദി വേ ആണ്. മെയിൻ ഷെഫ് വരുന്നുള്ളൂ. റാഗിങ് ആന്ന് വിചാരിക്കരുത് കാര്യം, കണ്ടാ തോന്നുന്നു റാഗിങ് ആന്ന്. നീ MBAക്ക് അവിടെ വല്ല ഹോട്ടലിൽ ജോലി ചെയ്യുന്നു? ശരിക്കും എവിടെ മാഡം? ഏതോ കണ്ണാണത് കുട്ടി എന്തെങ്കിലും കൊടുത്തു വിടുന്നൊക്കെ. എടാ, നിങ്ങൾ വേസ്റ്റ് കവറാണോ വാങ്ങിച്ചത്? അല്ല, ഇതിങ്ങനെ തുറക്കണം. ആൾക്കാരെ കൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്യണ്ട. സൗണ്ട് പറ്റൂലെന്നോ? ഇത് കഴുകിയിട്ട് കൊറിയാണ്ടർ ഒന്ന് കഴുകി തരൂ, കൊറിയാണ്ടർ. അയ്യോ അയ്യോ അല്ലേ ഇത് വീട്ടുകാർക്ക് ഈ വ്ളോഗ് അയച്ചു കൊടുക്കണം. അപ്പോഴായിരിക്കും എടാ ഇങ്ങനെ അല്ലടാ, ഇത് നമ്മള് ചെയ്യണ മൊത്തം തെറ്റായിരിക്കും. വെളുത്തുള്ളി അരിഞ്ഞാൽ ഞാൻ കേടാലോന്ന് വിചാരിച്ചിട്ട് ഗ്ലൗസ് ഒക്കെ ഫുഡ് കഴിക്കുമ്പോ നീ എങ്ങനെ കഴിക്കുക? ഓ വാവ്, എന്നാ ഇനി അടുത്ത ചിക്കൻ കൊടുക്കാൻ നല്ല ഫാസ്റ്റ് ആണെന്ന് തോന്നുന്നു. അതിന് അവിടെ അല്ലേ നിങ്ങളാണ് കട്ട് ചെയ്തെന്ന് പറയാനാണോ? താഴെ വെട്ടിയ മുസ്ലിം ആയിരുന്നു മുഹമ്മദ് ചില്ലി വിളിക്കും. ശുണ്ടടി മണി, നിങ്ങള് വന്ന ഔട്ട്ഫിറ്റിലേക്ക് രാവിലെ ഇതാണ് നമ്മുടെ മെയിൻ ഷെഫ്. ഞാനാ വെളുത്തുള്ളി തൊലിച്ച്, പിന്നെ ആരോ വെളുത്തുള്ളി തൊലിച്ച്. സാൻഡ്രേച്ച ഒന്നും ചെയ്തിട്ടില്ല. സാൻഡ്രേച്ച ഇവിടെ ഇരുന്ന് ഓട്സ് കഴിക്കായിരുന്നു. നടന്നും തിരിഞ്ഞും ഇരുന്നും എല്ലാം ഇവിടെ ഓട്സ്. ചിക്കൻ മസാല വാങ്ങാൻ പോയതാ അല്ല, ഈ ഷീറ്റ് മേടിക്കാൻ വിരിക്കാൻ ഷീറ്റ് വാങ്ങിക്കാൻ പോയ ആൾക്കാരാ. വേസ്റ്റ് കവർ വാങ്ങിച്ചിട്ടുണ്ട്. ആകെ കൊടുത്ത പണി അതായിരുന്നു. ഗ്രൂപ്പിൽ തന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നു പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറഞ്ഞു നാട്ടിൽ ബിരിയാണി ആൾക്കാർക്ക് വെക്കുമ്പോ കുഴപ്പമുണ്ടാവില്ല, എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല.
12 മണിയല്ലേ, ഞാൻ 6 മിനിറ്റ് ലേറ്റ്. 9 മണിക്ക് വരാൻ പറഞ്ഞത്. തമ്പി അവിടെ ഏതോ പറക്ക് തമ്പി പോരൂ. ഹെൽപ്പ് ചെയ്യാൻ 9 മണിക്ക് വരാന്ന് പറഞ്ഞ ആളാട്ടോ. തമ്പി 12 മണിയായി. 12 മണിക്ക് ഞാൻ പോട്ടെ. പാത്രം ഡെലിവറി ചെയ്യാൻ വന്ന ആളോ? പൊക്കോ. ബൈ. உன் ஸ்டைலும் அழகும் இன்னும் உன்னை விட்டு போகல. ഷർട്ട് നാട്ടിൽ നിന്ന് എടുത്ത് മിയാൻ ആടായിക്കോട്ടെ. അതെന്താണ് ചെയ്യണ്? പൊള്ളി തരാനോ? വീട്ടിൽ കണ്ടിട്ടുണ്ടാവും. അമ്മ ഇങ്ങനെ കുത്തനുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ എന്തോ വൺ ഡിസ്കഷൻ നടക്കാണ്. പേടിക്കല്ലടാ. അടുത്ത ആള് ആളിനെ കാണിച്ചു തരാം. അസ്സലാമലൈക്കും. രാവിലെ കണ്ടിട്ടില്ല. എന്റെ കണ്ണിൽ തന്നിരുന്നു. ഞാൻ ട്യൂട്ടോറിയൽ. പാത്രം ട്യൂട്ടോറിയലോ? എന്ത് ഇത് മറ്റേ കുക്കുംബർ എവിടെയുള്ള ഏപ്രിലോ? ഏപ്രിലില്ല, ഞങ്ങൾ അത്ര കാര്യമില്ല. വേസ്റ്റ് അവർ കെട്ടി തരട്ടെ ഇവിടെ. അത് നല്ലൊരു ഐഡിയ കേട്ടോ. വേസ്റ്റ് ബാഗ്. ആ, മറ്റേ വള്ളി വള്ളിയുണ്ട്. അല്ല, അത് സെറ്റ് ആക്കാം. ഗ്ലൗസ് കൊണ്ട് പോയാൽ മതി. ഗ്ലൗസ് കൊടുക്ക്. പാത്രം ഇതൊക്കെ വളരെ ഓവറാട്ടോ. വേസ്റ്റ് എടുക്കണം. നീ ഫുഡ് കഴിക്കാൻ ഗ്ലൗസ് എടുക്കൂലേ? என்னடாங்க சத்தம்? ஒண்ணும் இல்லையா, அப்படியே பாத்திரத்துக்கிட்ட பேசி பேசி வெளிக்கிட்டே இருக்குண்ணே. മനസ്സിലായില്ലേ ഇവിടുത്തെ എടാ ആടില് ആടില്ലേ? എടാ മറ്റൊരു ബാങ്ക് കൊള്ളടിക്കാൻ നിക്കൂലേ മറ്റേ വിനായകൻ. എടാ രാത്രി എല്ലാവരും കൂടെ പടത്തിന് പോയാലോ? ആടുത്രി ആട് കാണുന്നില്ലടി. ആടുത്രി എല്ലാവരും കൂടെ ആടുത്രി ഓൺ. ദമ്മിടാന്ന് പറഞ്ഞാൽ ബേസിക്കലി എങ്ങനെയാണ്? പക്ഷെ നമുക്ക് അത്രയും അതാണ് ആക്ച്വലി. ടെക്സ്റ്റോ ഉള്ളിലേക്ക് ഇറക്കി വെക്കും, അത് അടച്ചു വെക്കും. അപ്പൊ ആ സ്മെല്ല് ഇറങ്ങുള്ളൂ. അടുത്ത ഫ്രെയിമിലേക്ക് കാട്ടറബി ലുക്കെല്ലാം രാഹുൽ ഒരു കമ്പനിക്ക് വേണ്ടിട്ട് ഒരു ക്രിസ്മസ് ആന്റി കൂടി വന്നത്. ഞാൻ ഈ റിമോട്ട് എടുത്ത് പോക്കറ്റ് ചെയ്യണ്ട, ആരും ഗെയിം കളിക്കില്ല. മാറി മാറി, ഞാൻ ചോറ് കൊടുക്കാം. ഞാൻ കൊട്ടിത്തട്ടെ? ഗ്യാപ്പ് കൊടുക്ക്. വ്ളോഗ് വരുമ്പോ കാണാം. വീട്ടിൽ പോയിട്ട് അല്ല, വ്ളോഗ് അയച്ചു കൊടുക്കാലോ. അതിനിപ്പോ അടുത്ത വർഷം ഇട്ടുള്ളൂ. നമ്മള് പിന്നീട് ഫേമസ് ആകുമ്പോ ഇന്ന് കഴിക്കട്ടോ. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. എനിക്ക് മാത്രം തെറ്റുണ്ട്. പോവാനിരുന്ന് അവരെ സഹായിക്കാൻ വിളിച്ചു ഞാൻ. അവിടെ ചെയ്തോണ്ടിരിക്കും. എടാ ഇതിന് ഇളക്കുണ്ട്. പണി ഏൽപ്പിച്ച ഏറ്റവും അവസാനം അബിയുടെ പ്ലേറ്റ് കൊടുത്താൽ മതി. എല്ലാവരും കഴിച്ചൊരു ബാക്കി. പപ്പടം ബൈ ഗ്രീഷ്മ. ഞാൻ കൈ കഴുകും. ഇവരെന്നെ കൊണ്ട് നടന്നത്. മുട്ട മസാല ബൈ സഫ്നാസ്. എനിക്ക് നേരത്തെ പറയണ്ട. ബിരിയാണി ബൈ അഷ്ന.
മെയിൻ റോള് ഞാൻ. എനിക്ക് 2 ഹെൽപ്പ് ഉണ്ട്. അസിസ്റ്റൻസ് അശ്നയുടെ മെയിൻ അസിസ്റ്റന്റ് ഒന്നും ചെയ്യാതിരുന്നവൻ. ഞാൻ ബിരിയാണി മറിച്ചെങ്കിലും ഇട്ടു, നീ അതെങ്കിലും ചെയ്താ. നിന്റെ മാമനും സ്പെഷ്യൽ ഗസ്റ്റ്. ഇത്രയും കാലം എവിടെയായിരുന്നു? 100 ആയുസാ വാസ്തവയുടെ കാര്യം പറഞ്ഞ നാക്ക് വായിലേക്ക് കേട്ടുള്ളൂ അല്ലേ തോമേട്ടാ? അവിടെ പോയി എക്സ്പെക്ട് കേട്ടോ. തന്റെ ഏകദേശം ഇതാണ്. പാട്ട് പാടുകയാണെങ്കിൽ കട്ട് ചെയ്തിട്ട് വാവ്, അടിപൊളി സംഭവം ട്ടാ. എന്താ രസം. എങ്ങനെ? ആ ഇവിടെ താഴെ ഇരുന്ന് കഴിക്കാതെ കൈ പിടിച്ച്. നീ എന്താ ചെയ്യുന്നത്? ഗെയിം കളിക്ക്. കൊള്ളാനാണ് നീ. സെക്യൂരിറ്റി ചെക്ക് പാസ്സായി. പപ്പടാ പപ്പടാ നമ്മൂട്ടി കാണോ? തുറക്കട്ടെ? ഗെയിമിനാണോ ഈ മ്യൂസിക്? ആ ഓഫാണെങ്കിൽ ഓഫാക്കട്ടെ, തണുക്കും അല്ലെങ്കിൽ. ജിൻ അറിയോ? പിന്നെ നമ്മളൊന്നും കണ്ടല്ലേ 2021 പെരുന്നാൾ ബിരിയാണി വിളമ്പി വെച്ചിട്ടുണ്ട്. കഴിക്കാം കഴിക്കാം. സമയം 3 മണിയായിരിക്കാണ്. രാവിലെ തൊട്ട് പട്ടിണിയായിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഈദ് മുബാറക്. നമ്മൾ വരാൻ കുറച്ച് വൈകി, പക്ഷേ ഇവിടെ ബിരിയാണി ഒക്കെ റെഡിയാണ്. ഒന്നും പറയാനില്ല. ബിരിയാണി ഫുഡ് അടിപൊളിയായിരുന്നു. കിണ്ണൻ അടിപൊളി സാധനമായിരുന്നു. അത് കടയിൽ നിന്ന് മേടിച്ചത്. അപ്പൊ ഇടയ്ക്ക് എനിക്ക് സംശയം തോന്നിപ്പോയി കടയിൽ നിന്ന് മേടിച്ചാണ് നമ്മളെ കളിപ്പിക്കുന്നത്. ആക്ച്വലി അടിപൊളി ഫുഡായിരുന്നു. അടിപൊളി. ഐ എം വെരി ബ്ലെസ്ഡ് ടു ബി ഹിയർ റൈറ്റ് നൗ in the sky is full of missiles and a place where my friends are here. Meet my wife also. അഷ്നേനെ പോലെ തന്നെ സൗന്ദര്യമുള്ള ഫുഡായിരുന്നു. ഗേൾ പവർ. അടിപൊളി. സൂപ്പർ. കിടിലം ബിരിയാണി. കോഴിക്കോട് ആയതുകൊണ്ട് പറയല്ല, കോഴിക്കോട് കഴിച്ചൊരു ബിരിയാണിന്റെ ഫീൽ ഉണ്ടായിരുന്നു ശരിക്കും. എക്സ്പെഷ്യലി ആ മുട്ട അല്ലേ, അതേതോ മഹാത്മാവ് ഉണ്ടാക്കിയ മുട്ട. മനുഷ്യനല്ലേ പുള്ളേ. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് കിട്ടില്ല, പക്ഷേ സഫ്നാസിന്റെ മുട്ടയാണ് ഹൈലൈറ്റ്. അതുകൊണ്ട് ഷോ സഫ്നാസിന്റെ മുട്ട കൊണ്ടുപോയി. അടിപൊളിയായിരുന്നു, അടിപൊളി ബിരിയാണി ആയിരുന്നു. നമ്മൾ ഓർഡർ ചെയ്ത് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഓർഡർ ചെയ്താൽ കഴിച്ചാൽ ഈ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല.
പൊളി, അടിപൊളി. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്രയും നല്ല ബിരിയാണി ഒരു പെരുന്നാളിൽ ഞാൻ കഴിച്ചിട്ടില്ല. എവിടെ പോലെ ഇത് അല്ലല്ല ഇത് നാട്ടിലെ അമ്മ കാണുന്നുണ്ടാവും കേട്ടോ. അയ്യോ അത് ശരിയാ. അമ്മയുടെ ബിരിയാണി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കഴിച്ചതിൽ ഏറ്റവും അടിപൊളി ബിരിയാണി. ഇത്രയും പേരായിട്ട് ഒന്നിച്ച് പെരുന്നാൾ കൂടാൻ പറ്റിയതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ദുബായിൽ എല്ലാവരുടെയും ഇറങ്ങാൻ പറ്റാതെ അങ്ങനെ എല്ലാവരും പെട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഗ്യാദർ ചെയ്യാൻ പറ്റിയതിൻ്റെ സന്തോഷമുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. എല്ലാവരും കൂടെ ഒരു പെരുന്നാൾ. I really like it, enjoying one of the perfect biryani, man. I had fun. ബിരിയാണിയുടെ ഫ്ലേവർ കൊള്ളായിരുന്നു. നന്നായിട്ട് ദമ്മൊക്കെ ഇട്ട് നല്ല ചിക്കനൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല ടെൻഡർ ചിക്കൻ ആയിരുന്നു. പിന്നെ ചായ ഇടുകയാണ് പാവം. ആടാ എന്നെ കൊണ്ട് ഒരു പണി തീർന്നപ്പോ ഞാൻ ഇരിക്കാൻ പറഞ്ഞപ്പോ കോന്ത ഹാപ്പി എനിക്ക് രണ്ടാമത്തെ പണി എന്താ റീപ്ലേസ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. പരിപാടിക്ക് ഓൾ ഇൻ ഓൾ ആയിട്ട് ഉണ്ടാവാറ് എല്ലാവരുടെയും. എവിടാണ് പരിപാടി എന്ന് പറഞ്ഞാൽ അനന്തോടെ ഫസ്റ്റ് എത്തിയിരിക്കും. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, അല്ല എല്ലാ പരിപാടിക്കും എവിടെയെങ്കിലും എന്ത് പരിപാടി ഫസ്റ്റ് എത്തണ അനന്തായിരിക്കും. അനന്ത് വന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം. നിന്നെ കൊണ്ടൊന്നും ഗുണമില്ല. അതാ പറഞ്ഞത്, ഇന്ന് അനന്ത് വരാത്തതുകൊണ്ട് കുറെ പണികൾ ഡിലേ. ഇവനെ കൊണ്ട് ചോറ് കളയാന്നുള്ളത് 3 മണിക്കാണ്. കഷ്ടപ്പെട്ടു. അതെ, അശ്വന് കഷ്ടപ്പെട്ടു. അനന്തിന്റെ കുറവ് വല്ലാണ്ട് നമ്മൾ എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, അടുത്ത പരിപാടിക്ക് പിടിക്കാം. Thank you for watching. Stay tuned for the next vlog. We had a great lunch for Eid. Eid Mubarak to you all. That was a blessed one. Stay tuned for the next one. Bye.